അക്വേറിയസ് ഞാൻ കാണുന്നത് ഈ മാസം ഒരു ഇമ്പോർട്ടൻറ്റ് മന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്. എന്താച്ചാ ഈ റിലേഷൻഷിപ്പിൽ ഒരു പേഴ്സൺ ഒരാളെ വിട്ടിട്ട് മറ്റേ ആളുടെ കൂടെ മുമ്പോട്ടേക്ക് പോവാണ്. അപ്പോൾ ആരാണ് ഈ പേഴ്സൺ ചൂസ് ചെയ്യാൻ പോണത്, നമ്മൾക്കത് നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ എന്താണ് ഫ്യൂച്ചർ ആക്ഷൻസ് ഉണ്ടാവുക, എന്താണ് അവർ തീരുമാനം എടുക്കാൻ പോണത്, എന്താ ഈ റിലേഷൻഷിപ്പിൻ്റെ ഭാവി, അതൊക്കെ നമ്മൾ നോക്കാം ഈ റീഡിങ്ങിൽ. അപ്പോൾ ഇതിനെ മിസ് ചെയ്യരുത്, എൻഡ് വരെ നോക്കുക. നിങ്ങളുടെ റീഡിങ് നമ്മൾക്ക് ഇപ്പോൾ തുടങ്ങാം. എന്താ മെസ്സേജസ് പറയണതെന്ന് റീഡിങ്ങിൽ കാണാം. അപ്പോൾ ക്വേരിയസ്, ഇത് നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് കൂടിയാണ്. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. അതല്ലാണ്ട് പേഴ്സണലായിട്ട് റീഡിംഗ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ വാട്സാപ്പിൽ മെസ്സേജ് ഇടാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് ആണ്, അതുകൊണ്ട് നിങ്ങൾ മെസ്സേജ് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും ഷെയർ ചെയ്യും. അപ്പോൾ അക്വേരിയസ്, ഞാനിവിടെ കാണുന്നത് നിങ്ങൾ രണ്ടാളുടെയും ഇടയിൽ എന്തോ ഒരു മാരേജ് എനർജി ഉണ്ട്. ഇപ്പോൾ ഇത് രണ്ട് തരത്തിലാവാം. നിങ്ങൾ രണ്ടാളും മാരീഡ് ആയിരിക്കാം, എന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടാളും ഒരു മാരീഡ് കപ്പിളായിരിക്കാം. അതല്ലച്ചാൽ നിങ്ങൾ രണ്ടാളും വേറെ ആൾക്കാരുടെ കൂടെ മാരീഡ് ആവാം. ഓർ ഒരു പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ മാരീഡ് ആയിരിക്കാം. എന്താ വെച്ചാൽ ഇവിടെ ട്രഡീഷൻസിൻ്റെ എനർജി ഉണ്ട്, എന്തോ ഒരു ഫോർമൽ എനർജി ഉണ്ട്. ഇപ്പോൾ ഇത് മാരേജിൻ്റെ കാര്യമല്ല വെച്ചാൽ ഇത് മേ ബി നിങ്ങൾ രണ്ടാളും കല്യാണം കഴിക്കാനുള്ള പ്ലാൻ ആവാം. ലൈക്ക് നിങ്ങൾ രണ്ടാളും ഡേറ്റ് ചെയ്യാണ് ആൻഡ് ഇവിടെ ഫ്യൂച്ചർ പ്ലാൻസ് ഉണ്ടാക്കുകയാണ്, അങ്ങനത്തെ ഒരു എനർജിയും ആവാം. പക്ഷെ ഇപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾ രണ്ടാളുടെയും സിറ്റുവേഷനിൽ എന്തോ ഒരു സെപ്പറേഷൻ മാതിരി ഒരു എനർജി കാണാണ്ട്. ഈ സമയത്ത് നിങ്ങൾ രണ്ടാളും ഒരുമിച്ചല്ല. എന്താ വെച്ചാൽ ഇവിടെ ഒരു എൻഡിങ്ങിൻ്റെ എനർജി ഉണ്ട്, ഒരു ബിട്രയലിൻ്റെ എനർജി ഉണ്ട്, ഇവിടെ ഒരു പേഴ്സൺ ചീറ്റ് ചെയ്ത എനർജി കാണാണ്ട്. അപ്പോൾ നിങ്ങളുടെ എനർജിയിൽ ഞാൻ കാണുന്നത് ഒരു ബ്ലോക്ക്ഡ് എനർജിയാണ്. അപ്പം നിങ്ങൾ അവരെ ബ്ലോക്ക് ചെയ്തു, ഇല്ല വെച്ചാൽ അവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ റിലേഷൻഷിപ്പ്, ഈ സിറ്റുവേഷനിൽ കുറേ ബ്ലോക്ക്സ് കാണാണ്ട്. നിങ്ങൾക്ക് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ഇപ്പോഴും ഫീലിങ്സ് ഒക്കെ ഉണ്ട്, പക്ഷേ ഇവിടെ എന്തോ നിങ്ങളൊരു തീരുമാനം എടുത്തു, അതല്ല വെച്ചാൽ തീരുമാനം എടുക്കാൻ പോവാണ്. ഈ പേഴ്സൻ്റെ എനർജിയിൽ ഞാനൊരു പേടിയാണ് കാണുന്നത്. അപ്പോൾ ഈ പേഴ്സൺ ആക്ച്വലി പേടിയുണ്ട്, അത് നിങ്ങൾ എന്താ തീരുമാനം എടുക്കുക. നിങ്ങൾ രണ്ടാളും മാരീഡ് ആണെന്ന് വെച്ചാൽ ഇവർക്ക് പേടി എന്താ വെച്ചാൽ നിങ്ങൾ ഡിവോഴ്സ് ചെയ്യുമെന്നാണ്, നിങ്ങൾ ഇവരെ വിട്ടു പോവാന്ന് ആണ് അവരുടെ പേടി. അപ്പോൾ അവർ വെയിറ്റ് ചെയ്യാണ്. നിങ്ങൾ മാരീഡ് അല്ല വെച്ചാൽ അവർക്ക് പേടി എന്താ വെച്ചാൽ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ കണ്ടിന്യൂ ചെയ്യില്ല എന്ന്, അങ്ങനത്തെ ഒരു പേടിയുണ്ട്. ഈ പേഴ്സൺ വെയിറ്റ് ചെയ്യാണ് നിങ്ങളുടെ തീരുമാനത്തിന് വേണ്ടിയിട്ട്. ഇവിടെ പാസ്റ്റിൻ്റെ എനർജിയിൽ ഞാൻ സൈലൻസ് ആണ് കാണുന്നത്. ഇവിടെ ഫാമിലി എനർജി ഡെഫിനറ്റ്ലി കാണാണ്ട്. അപ്പം നിങ്ങൾ രണ്ടാളുടെയും ഇടയിൽ വേറൊരു പേഴ്സൺ കാണാണ്ട്. ഇപ്പോൾ ചിലവർക്ക് നിങ്ങൾ മാരീഡ് അല്ല, നിങ്ങൾ ജസ്റ്റ് കല്യാണത്തിനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു വെച്ചാൽ ഇവിടെ മേ ബി ഫാമിലി ഇഷ്യൂസ് ആയിരിക്കാം. ഫാമിലി ഇതിൽ അവർക്ക് താല്പര്യമില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആവാം. എന്നാലും ഇപ്പോൾ നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവരുടെ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ട്, സംസാരിക്കണം എന്നുണ്ട്, ആക്ഷൻ എടുക്കണം എന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോഴും ഈ പേഴ്സണിന് വേണ്ടിയിട്ട് കുറേ പാഷനുണ്ട്. പക്ഷെ എന്തോ ഈ സിറ്റുവേഷനിൽ എൻഡ് ആയിരിക്കണു. അപ്പോൾ നിങ്ങൾക്കൊരു പുതിയ തുടക്കം വേണം എന്നുണ്ടാവും. ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് ഞാൻ കാണുന്നത് ഒരു ഇമോഷണൽ ഡിറ്റാച്ച്മെൻ്റ് ആണ്. അവർ ഈ സിറ്റുവേഷനിൽ ഒരു ധൈര്യത്തോടെ ഒരു തീരുമാനം എടുക്കാൻ നോക്കുമായിരിക്കും. അവരുടെ സൈഡിൽ നിന്ന് തേർഡ് പാർട്ടി കാണാണ്ട്. അപ്പോൾ മേ ബി അവർക്ക് എന്തോ ഒരു തീരുമാനം എടുക്കണം, പക്ഷെ അവർക്ക് അതിന് വേണ്ടിയിട്ട് ധൈര്യമില്ല. അപ്പോൾ അവർ കുറച്ച് ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആണ്. നിങ്ങളുടെ ഇൻറ്റൻഷൻ എന്താ വെച്ചാൽ ഈ സിറ്റുവേഷനിൽ സ്റ്റെബിലിറ്റി ഇല്ലാത്ത സിറ്റുവേഷനിൽ എന്തെങ്കിലും ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാനാണ്. ഇവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ട്, കൺഫ്യൂഷൻ ഉണ്ട്. ഈ പേഴ്സണും ഷുവർ അല്ല, അവർ കുറേ കാര്യങ്ങൾ മറച്ചു വെക്കണു.
അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റൊമാൻറ്റിക് ഫീലിങ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ എവിടെയോ ഈ പേഴ്സൻ്റെ ഇപ്പോൾ ലൈഫിൽ വലിയ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർക്കൊരു ഷോക്കാണ്. എന്താ ചെയ്യേണ്ടത് അറിയില്ല. അല്ല, നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷനിൽ ഞാൻ കാണുന്നത് നിങ്ങൾക്ക് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് കുറേ ലവ് ഉണ്ട്, പക്ഷേ കുറേ സ്ട്രെസ്സും ഉണ്ട്. അറിയില്ല എന്താ ഉണ്ടാവുക, എന്താ ചെയ്യണ്ടേ. ഈ പേഴ്സൻ്റെ ആക്ഷനിൽ ഞാൻ കാണുന്നത് അവരുടെ ലൈഫിൻ്റെ ചില തീരുമാനങ്ങൾ എടുക്കാൻ നോക്കുകയാണ്, പക്ഷേ ഇവിടെ ഹാർട്ട് ബ്രേക്ക് ഉണ്ട്. അപ്പോൾ അവർക്ക് എന്തോ ഒരു തീരുമാനം അവരെടുത്തിരിക്കണു, പക്ഷെ അവരതിൽ ഹാപ്പി അല്ല. എന്താ വെച്ചാൽ അവർക്കൊരു ചോയ്സ് എടുക്കണം. ആ ചോയ്സ് രണ്ട് സൈഡിൽ നിന്നും അവർക്ക് ഹാർട്ട് ബ്രേക്ക് തന്നെയാണ് ഉണ്ടാവുക എന്ന് അവർക്കറിയാം. അപ്പോൾ ഈ തീരുമാനം ഒരു ഡിഫിക്കൾട്ട് ചോയ്സാണ്. ഇവിടെ ഞാൻ കാണുന്നത് ഔട്ട്കം ഫൂൾ. അപ്പോൾ ഒരു പുതിയ തുടക്കം വരണത് കാണുന്നുണ്ട്, ക്ലാരിറ്റി വരണത് കാണുന്നുണ്ട്. ഈ സിറ്റുവേഷനിൽ നിങ്ങൾ ക്ലിയർ അല്ല വെച്ചാൽ ആ ക്ലാരിറ്റി നിങ്ങൾ രണ്ടാൾക്കും ഉണ്ടാവും. എന്താ വെച്ചാൽ ഞാൻ കാണുന്നത് കുറേ ഒരു സെപ്പറേറ്റഡ് എനർജി കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ സഡൻലി ഒരു ക്ലാരിറ്റി വരണേ. അപ്പോൾ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ ആ തീരുമാനം എന്താണെന്ന് എക്സാക്ട്ലി ഇവിടെ പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. കുറേ ആൾക്കാർ ഈ റീഡിങ്ങിനെ കാണുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഒരുമാതിരി തീരുമാനം ആവില്ല. നിങ്ങൾക്ക് എക്സാക്ട്ലി അറിയണം വെച്ചാൽ നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് ബുക്ക് ചെയ്തോളൂ. ബട്ട് എന്താ തീരുമാനം ഇല്ല വെച്ചാൽ അത് വേഗം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ടോറസ് ഉണ്ട് കാണാണ്ട്, ലീബ്ര ഉണ്ട്, എക്വേരിയസ്, വെർഗോ, ഏരീസ്, ലിയോ. അപ്പോൾ ഇവിടെ വന്നിരിക്കണേ സാജിറ്റേറിയസ്, ഇവിടെ വന്നിരിക്കണ ക്യാൻസർ, ജെമിനായി ആൻഡ് ഇവിടെ വെർഗോ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് എന്താണ് പറയേണ്ടത് നിങ്ങളോട്? I feel you even though we are apart. I couldn't let you get close to me. We need to let each other go. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പേഴ്സൺ ഓൾറെഡി ഒരു തീരുമാനം എടുത്തിരിക്കണു. ഈ സിറ്റുവേഷനെ എൻഡ് ചെയ്യാനുള്ള തീരുമാനമായിരിക്കാം. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ റീകൺസിലിയേഷനും വന്നിട്ടുണ്ട്. സമൺ ഫ്രം യുവർ പാസ്റ്റ് ഇസ് റിട്ടേണിങ് ഇൻ യുവർ ലൈഫ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി എല്ലാവർക്കും വേറെ വേറെ ഔട്ട്കം ആയിരിക്കും. ഓക്കെ, എന്താ വെച്ചാൽ ഇവിടെ കാണുമ്പോൾ അവർ ലെറ്റ് ഗോ ചെയ്യാൻ ശ്രമിക്കുകയാണെന്നാണ് കാണുന്നത്. പക്ഷേ ഇവിടെ റീകൺസിലിയേഷനും വന്നിട്ടുണ്ട്. അപ്പം മേ ബി ഫ്യൂച്ചറിൽ നിങ്ങൾ റീകൺസിലിയേഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ടായിരിക്കും ഇത് വന്നിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ പറയാൻ പറ്റില്ല. ജനറൽ റീഡിങ്ങിൽ പേഴ്സണൽ റീഡിംഗ് നിങ്ങൾ ബുക്ക് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് വാട്സാപ്പിൽ നിങ്ങൾ എന്നെ മെസ്സേജ് അയയ്ക്കുക. ഞാൻ പിന്നെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തോളാം. ഇത് പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് ആണ്, അതുകൊണ്ട് പേയ്മെൻറ്റ് ഡീറ്റെയിൽസും ഞാൻ ഷെയർ ചെയ്യും. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ.